ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ജനതയെ ഞങ്ങൾ കൈപിടിച്ച് ഇങ്ങോട്ട് എടുക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നത്. അത് സാധ്യമാവുന്നത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കേവലം 2,500 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ദ്വീപ് പഞ്ചായത്ത്, അവിടേക്ക് 100 കോടിയിലധികം മുതൽ മുടക്കുക എന്ന് പറയുന്നത് എല്ലാ ഗവൺമെൻറ്റുകളും ചിന്തിക്കുന്ന കാര്യമല്ല. അതൊരു മനുഷ്യനെ കാണാൻ കഴിയുന്ന, അവരുടെ സങ്കടങ്ങൾ കാണാൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ അരൂക്കുറ്റിക്കാരെന്ന നിലയിൽ ഞങ്ങളും വലിയ സ്വപ്നങ്ങളും സന്തോഷത്തിലുമാണ്. അതുകൊണ്ടാണ് ഈ ക്യാപ്ഷൻ ഞങ്ങളിങ്ങനെ നൽകിയത്. കൂടുതൽ നല്ലൊരു ലോകം പിറക്കുകയായി എന്ന് പറയുന്ന മാനവികതയുടെ ഒരു സന്ദേശം ഞങ്ങൾ ഇതിപ്പോഴേ പെരുമ്പള്ളക്കാരോട് കൂടി പറയുകയാണ്. ഇതിപ്പോഴേ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നില്ലെങ്കിൽ ഈ പാലം പൂർത്തിയാവുമെന്ന് തോന്നുന്നുണ്ടോ? രണ്ടാം പിണറായി സർക്കാർ എന്ന് തന്നെയല്ല, ഈ പിണറായി സർക്കാരിന് മുന്നേ തന്നെ പെരുമ്പളത്തിൻ്റെ ജനതയുടെ ആ സങ്കടം കണ്ടിരുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കണ്ടിരുന്നു. അന്നൊരു 10 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ്റിന് ആ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഇല്ലാതെ പോയി. ആ ഫണ്ട് തന്നെ വക മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ അതേ വേഗതയിൽ തന്നെ ഈ പാലം ഏറ്റെടുക്കാനായി തീരുമാനിച്ചു. ഭരണ തുടർച്ച എപ്പോഴും പറയുമല്ലോ, എന്താണ് തുടർച്ച ഉണ്ടായാൽ എന്ത് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് പെരുമ്പളം പക്ഷേ പാലം. ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഊരാളുങ്കൽ സൊസൈറ്റി നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവര് ആദ്യം എടുത്തിരുന്ന കോൺട്രാക്ടർമാർ സത്യത്തിൽ ഇത് പകുതിക്ക് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ദ്വീപ് ജനതയും, ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ വന്നു അതിൻ്റെ ഭാഗമായിട്ട്. എതിർ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചില പരിഹാസത്തോടു കൂടിയുള്ള ഫ്ലെക്സ് വന്നു. മാമനോടൊന്നും തോന്നരുതെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ MLA ആയിരുന്ന ആരിഫിനെ കളിയാക്കിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നു. കാരണം പാലം പണിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ പോയി. പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ് ഉടൻ തന്നെ അടിയന്തരമായി മറ്റൊരു കോൺട്രാക്ടർ എന്ന നിലയിൽ ഊരാളുങ്കലെ തന്നെ കണ്ടെത്തി. ഊരാളുങ്കൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പാലം ഇത്ര വേഗതയിൽ തീരില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം.